ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിംഗ് റോൾ. അതിനായിട്ടുള്ള ചെമ്മീൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം മുളക്, ക്യാബേജ്, ഓയസ്റ്റർ സോസ്, സോയാ സോസ്, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, വായലും വേണം. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ വയ്ക്കണം. ആവശ്യത്തിന് എണ്ണ ചൂടായി, വെളുത്തുള്ളി ഇട്ടു, നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ചെറിയൊരു കളർ മാറുന്നപ്പോഴും അതേപോലെ ഇഞ്ചി ഇട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നിടത്തോളം ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയൊരു കളർ മാറുന്നിടത്തോളം ഇത്രേ ഉള്ളൂ. പച്ചമുളക് കുറച്ച് തൊട്ടാക്കി എടുക്കാം. ഇത്ര മതി കളർ. ഇത്ര കഴിക്കുമ്പോൾ ഇനി ഉള്ളി ഇടായിരിക്കും. ഉള്ളി ആഡ് ചെയ്യുന്നു. അങ്ങനെ ഉള്ളി ഇട്ട് ഉള്ളി ബ്രൗൺ കളർ മാറണം. ഇതിൻ്റെ ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ ബാക്കിയുള്ള സാധനമൊക്കെ ഇടാം. ചെമ്മീനും ഇതിൽ ഇട്ടിൽ കൊടുത്ത് ചെമ്മീൻ ചെറിയൊരു പീസാക്കിയിട്ട് ഇതിൽ അടയാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നിടത്തോളം മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം മറ്റുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇടാൻ പോകുന്നത് ബീൻസ് ഇട്ടു. ബീൻസ് നല്ലൊന്ന് വഴങ്ങിയിട്ട്. അടുത്തതായി ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതിലിട്ടു. നല്ല മിക്സാക്കി കൊടുക്കുക. എല്ലാം ഒരുമിച്ചിട്ട് യോജിപ്പിക്കുക. കുറച്ചുണ്ടാക്കുന്നവർ കുറച്ച് സാധനം എടുത്താൽ മതി. ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, സാധനം കൂടുതലുണ്ടാവും. ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നതാണ്, അതാണ് ഇത്ര സാധനമൊക്കെ കാണുന്നത്. കുറച്ച് ഉണ്ടാക്കുകയും ചെയ്യുക. അടുത്തതായി ക്യാബേജ് ഇടുന്നു. ക്യാബേജ് ഇട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. കുരുമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി. ഓയസ്റ്റർ സോസ്, സോയാ സോസ്, നന്നായി മിക്സാക്കിയിട്ട് കൊടുക്കുക. എല്ലാം യോജിപ്പിക്കുക എല്ലായിടത്തും. ഏകദേശം റെഡിയായി വന്നു. അപ്പം റെഡിയായി, സാധനം റെഡിയായി. ഞാനിതൊരു അരപ്പലിട്ടിട്ട് ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു. ചൂടാറിയതിന് ശേഷം സാധനം റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് റോള്, സ്പ്രിംഗ് റോള്. അപ്പോൾ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.